അശുദ്ധാത്മാക്കളെ, പൈശാചി ശക്തികളെ, നാരകീയ ശത്രുക്കളെ, എല്ലാ വഞ്ചക സമൂഹങ്ങളെ, സാത്താന്റെ സംഘങ്ങളെ, സാത്താന്റെ ഗണങ്ങളെ, നിങ്ങൾ ആരായിരുന്നാലും ഞങ്ങളുടെ കർത്താവായ ഈശോമിശിഹായുടെ നാമത്തിൽ അവിടുത്തെ അധികാരത്താൽ ഞങ്ങൾ നിങ്ങളെ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിക്കുന്നു. ദൈവത്തിന്റെ തിരുസഭയിൽ നിന്നും ദൈവത്തിന്റെ സാദൃശ്യത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ടതും ദൈവജമലാട്ടിൻകുട്ടിയുടെ അമൂല്യ രക്തത്താൽ പരിത്രാണം ചെയ്യപ്പെട്ടതായ മനുഷ്യാത്മാക്കളിൽ നിന്ന് ബഹിഷ്കൃതനായി നീ പലായനം ചെയ്യുക. ഏറ്റവും സൂത്രശാലിയ നാരകീയ സർപ്പമേ, ഇനി ഒരിക്കലും മാനകുലത്തെ വഞ്ചിക്കുവാനോ സഭയെ പീഡിപ്പിക്കുവാനോ അവരെ ഗോതമ്പ് മണി പോലെ ഒഴിക്കുവാനോ നീ വ്യാമോഹിക്കേണ്ട. നിന്റെ അതിരറ്റ അഹന്തയിൽ ആരോട് തുല്യനാണെന്ന് നീ അവകാശപ്പെട്ടുവോ ആ തുല്യനായ ദൈവം നിന്നോട് കൽപ്പിക്കുന്നു. ആ ദൈവം എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്ന് സത്യം ഗ്രഹിക്കണമെന്നും ആഗ്രഹിക്കുന്നു. പിതാവായ ദൈവം നിന്നോട് കൽപ്പിക്കുന്നു, പുത്രനായ ദൈവം നിന്നോട് കൽപ്പിക്കുന്നു, പരിശുദ്ധാത്മാവായ ദൈവം നിന്നോട് കൽപ്പിക്കുന്നു. നിന്റെ അസൂയ നിമിത്തം നീ മനുഷ്യവംശത്തിന് ചെയ്ത നാശത്തെ അതിലംഘിക്കുവാൻ ദൈവവചനമാർന്ന ക്രിസ്തു മനുഷ്യനായി അവതരിച്ചു. അനുസരണമുള്ളവനായി ഞങ്ങളുടെ വംശത്തെ രക്ഷിച്ചു. തന്റെ സഭയെ ഉറപ്പുള്ള പാറമേൽ സ്ഥാപിക്കുകയും ലോകാവസാനം വരെ എല്ലാ നാടുകളിലും അവളോടൊപ്പം വസിക്കുന്നതിനാൽ നരകവാതിൽ അവയ്ക്കെതിരാളെ പ്രബലപ്പെടുകയില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത മിശിഹാ നിന്നോട് കൽപ്പിക്കുന്നു. പരിശുദ്ധ കുരിശിന്റെ അടയാളം നിന്നോട് കൽപ്പിക്കുന്നു. പ്രകാരം തന്നെ ക്രിസ്തീയ വിശ്വാസങ്ങളുടെ ശക്തി നിന്നോട് കൽപ്പിക്കുന്നു. മഹത്വപൂർണ്ണയും ദൈവമാതാവൻ തന്നെ ഇളമയിൽ ഉത്ഭവത്തിന്റെ പ്രഥമ ക്ഷണത്താൽ അമലോത്ഭവം എന്നിനെ ഗർഭിഷ്ഠമായ തലയെ തകർത്തോളമായ പരിശുദ്ധ കന്യകാമറി നിന്നോട് കൽപ്പിക്കുന്നു. വിശുദ്ധ പത്രോസ്, പൗലോസ്, ശ്രീകന്മാരുടെയും മറ്റ് അപ്പസ്തലന്മാരുടെയും വിശ്വാസം നിന്നോട് കൽപ്പിക്കുന്നു. എല്ലാ വിശുദ്ധരുടെയും പ്രത്യേകിച്ച് ബെനഡിക്റ്റിന്റെയും അന്തോനീസിന്റെയും 12 അപ്പസ്തലന്മാരുടെയും ഭക്തിപൂർവമായ മാധ്യസ്ഥ ശക്തി നിന്നോട് കൽപ്പിക്കുന്നു. ഇപ്രകാരം ശപിക്കപ്പെട്ട ഭീകര സർപ്പമേ, പൈശാചി സമൂഹമേ, സജീവ ദൈവനാമത്തിൽ, സത്യദൈവനാമത്തിൽ, പരിശുദ്ധമായ ദൈവനാമത്തിൽ തന്റെ ഏകപുത്രന് വിശ്വസിക്കുന്നവരിൽ നശിച്ചു പോകാതെ അവനെ നിത്യജീവനം ഉണ്ടാകേണ്ടത് അവിടുത്തെ ഏകജാതനെ നൽകുവാൻ തക്കോണം ലോകത്തെ എത്രമാത്രം സ്നേഹിച്ച ദൈവനാമത്തിൽ ഞങ്ങൾ നിങ്ങളെ ശപിച്ചു പുറത്താക്കുന്നു. മനുഷ്യരെ വഞ്ചിക്കുകയും സഭയെ ഉപദ്രവിക്കുകയും അവരുടെ സ്വാതന്ത്ര്യത്തെ നിഹനിക്കുകയും ചെയ്യുന്ന അവസാനിപ്പിക്കാൻ ഞങ്ങൾ നിങ്ങളോട് കൽപ്പിക്കുന്നു. സകല വഞ്ചനയുടെ ഉപജ്ഞാതാവ്, ഉടമയും മനുഷ്യരക്ഷയുടെ ശത്രുമായ സാത്താനെ, നീ ഇവർക്കുള്ളവരെ വിട്ടുപോകുക. നിന്റെ പ്രവർത്തനങ്ങൾ യാതൊന്നും മിശിഹായിലില്ല. അവിടുത്തേക്ക് നീ ആധിപത്യം നൽകുക. അവിടുത്തെ തിരുരക്തത്തിന് വിലയായി വീണ്ടെടുത്ത ഏകവും പരിശുദ്ധവും കാതോലികവും അപ്പസ്തോലികമായ തിരുസഭയുടെ മുൻപാകെ നീ മാറിക്കൊടുക്കുക. ദൈവത്തിന് സർവശക്തമായ കരങ്ങളാണ് നീ അമരുക. നിങ്ങൾ ഈ മിശിഹായുടെ പരിപാവനവും ഭയഭക്തനുമായ തിരുനാമം വിളിച്ചപേക്ഷിച്ച് കേട്ട ഭയന്ന് പറച്ച് നീ പലായനം ചെയ്യുക. സ്വർഗദൂതഗണങ്ങളെ ബലവത്തുക്കളും നാദകൃത്യന്മാരെ ഭദ്രാസന്മാരും സഭയും ഈ തിരുനാമത്തോടെ വിധേയത്വമുള്ളവരാണ്. ക്ലവ്യന്മാരും സഭ്യന്മാരും മുഖ്യദൂതന്മാരും നിരന്തരം ഈ തിരുനാമത്തെ പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പാടി സ്തുതിക്കുന്നു. കർത്താവിന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ നിലവിളി അങ്ങയുടെ പക്കലെത്തട്ടെ. കർത്താവ് അങ്ങയോ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്വർഗസ്നാദയമേ, ഭൂമിയെ പരിപാലിക്കുന്ന കർത്താവെ, മാലാഖമാരുടെയും മുഖ്യദൂതന്മാരുടെയും പുറപിതാക്കന്മാരുടെയും പ്രവാചകന്മാരുടെയും അപ്പസ്തലന്മാരുടെയും വേദസാക്ഷിയുടെയും ദൈവമേ, മരണാർത്ഥ ജീവനും ജോലിക്ക് ശേഷം വിശ്രമം നൽകുവാൻ ശക്തനായ ദൈവമേ, അങ്ങല്ലാതെ വേറൊരു ദൈവമില്ല, ഉണ്ടാകുവാനും സാധ്യമല്ല. എന്നാൽ അങ്ങ് ദൃശ്യവും അദൃശ്യമായ സകലത്തിന്റെ സൃഷ്ടാവാണ്. അങ്ങനെ ഭരണത്തിന് അവസാനമില്ല. ഞങ്ങൾ അങ്ങനെ മഹത്വപൂർണ്ണമായ തിരുസന്നിധിയിൽ വിനയത്തോടെ സാഷ്ടാംഗം പ്രണാമം ചെയ്യുന്നു. അങ്ങനെ ശക്തിയായ നാരകീയ രൂപികളെ ആധിപത്യങ്ങളിലും തന്ത്രങ്ങളിലും വ്യാജങ്ങളിലും ക്രൂരമായ വഞ്ചനകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങയുടെ സമാധാനവും സ്വാതന്ത്ര്യവും അങ്ങേക്ക് സേവന മനുഷ്യൻ തിരുസഭയെ അനുഗ്രഹിക്കുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം നമുക്ക് തേടാം. ദിവ്യകാരുണ്യ ഈശോയുടെ കൃപ നമ്മിലേക്ക് വ്യാപരിക്കട്ടെ. തുടർന്ന് അച്ഛൻ വിശ്വാസ പ്രമാണം ചൊല്ലി, വിശ്വാസത്തോടെ നമ്മൾ ഒന്നു ചേർന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മൾ ബലിപീഠം മധുബഹാൽ രൂപിച്ച് നിങ്ങളുടെ വിശുദ്ധ വ്യവസ്ഥകളെ ജപമാലയാകട്ടെ, നിങ്ങളെ മിന്നാകട്ടെ. നിങ്ങൾ ആശീർവദിക്കപ്പെട്ടതാകാം എങ്കിലും ഒന്നുകൂടെ നവീകരിച്ച് ആശീർവദിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പൂർണ്ണ അഭിഷേകം നിങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ശുശ്രൂഷകൾ ഇന്ന് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് വിളിക്കപ്പെട്ടവർ, കർത്താവിനാൽ ആകർഷിക്കപ്പെട്ട ബലിപീഠത്തിലേക്ക് വിളിക്കപ്പെട്ട ശുശ്രൂഷകർ പ്രത്യേകമായ വിധത്തിൽ അനുഗ്രഹിക്കപ്പെട്ടത് എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് അച്ഛനെ ഏൽപ്പിച്ച നിയോഗങ്ങളെല്ലാം അതിൻ്റെ ഗൗരവത്തോടെ തന്നെ ദൈവസമക്ഷം സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സർവശക്തനായ ദൈവമേ, വിശ്വസിപ്പു മധ്യരാ ഞങ്ങളങ്ങയിൽ
ദൈവമേ സർവപാലക സർവശക്തനാമേക ദൈവമേ വിശ്വസിപ്പോ മധ്യരാമളയിൽ സർവസൃഷ്ടിജാതവും തീർത്ത ദൈവമാ സത്യനാഥനാഥനാഥന സൃഷ്ടിയല്ല പുത്രനാമേശു ദൈവജൻ വിശ്വസിക്കുമർത്യരാമളയെ ദൈവസൂനു ദൈവമാണി സത്തയെ ലോക സൃഷ്ടി പൂർത്തിയായോടവേ ഭക്തരക്ഷ നൽകുവാൻ പാവനാത്മന ഭക്തരൂപമാർഗി കന്യകാത്മജൻ പീലാത്തോസിൻ വാഴ്ചയിൽ ഇടയേറ്റവൻ ക്രൂശിലേറിയതായുണൻ മൃത്യുവാങ്ങവൻ ഓമുതാടിനുള്ളിൽ സത്യദൈവസൂനുവി മന്യുക്തി നന്മഹത്വപൂർണ്ണ ശോഭയിൽ സ്വർഗമാർമഹിമയോടെ നിത്യപിതാവി വർണ്ണഭാഗമാർന്നു വാഴും അഖിലതാകിയെ ഒടുവിലെന്നു നീ മഹി ആത്മവിധിയുമാ സകലരും ശ്രവിക്കും മധ്യവിധി വിനീതരാ പോലെ സുധരിക്കുന്നോമേ പ്രഭവമാണു വാണിടുന്ന സത്യദൈവമാ ജീവനേകിടുന്ന മഹിമ പാവനാത്മയിൽ വിശ്വസിപ്പൂർണ്ണമായി ഞങ്ങളേവരും ഏകമാണ് ധന്യമാണ് പാവനം സഭ സൈനിക പ്രഭാവമാണ് സാർവജനീയം പാപമോചനം തരുന്ന മാമോദീസായും ഏറ്റുചൊല്ലു സാധനം ഞങ്ങളേവരും മധ്യമൊന്നിയാമുയർത്തും ജീവനം ഏറ്റുചൊല്ലു പൂർണ്ണമായി ഞങ്ങളേവരും സർവസിദ്ധനാഥാകുമേക ദൈവമേ വിശ്വസിക്കുന്നു ഞങ്ങളെ കരങ്ങളെ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ 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 യേശുവേ മാത്രം യേശുവേ രാമ ഹല്ലേലൂയ 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 ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ
അളവില്ലാത്ത സകല നന്മ സ്വരൂപനായ സർവേശ്വര കർത്താവ് നീക്ക മനുഷ്യരും നന്ദിക്കനും പാപികളുമായ ഇടയങ്ങൾ അറിയില്ലാത്ത മഹിമ പ്രതാപങ്ങളോടുകൂടി അവിടുത്തെ സന്നിധിയിൽ ജപം ചെയ്യാൻ യോഗ്യതയില്ലാത്തൊരാളുകളിൽ നിന്റെ അനന്തമാതയുമേ ശരണം പ്രാപിക്കുന്ന പരിശുദ്ധതയും മാതാവിന്റെ സ്തുതിക്ക് ജപമാല അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ജപം ഭക്തരുടെയും പല വിചാരം കൂടാതെ ജീവ കർത്താവെ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വസിക്കുന്നേൻ സുരക്ഷനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ്സുകളിലെ ബലപ്പും വലുവാകണമേ. വിശ്വാസത്തിന് വേണ്ടി നന്മ അറിഞ്ഞവരുമേ സ്വത്യകർത്താവിനോടെ അനുഗ്രഹിക്ക് പിള്ളാവുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്ക് പിള്ളാവുന്നു. ശരണത്തിന് വേണ്ടി നന്മ അറിഞ്ഞവരുമേ സ്വത്യകർത്താവിനോടെ അനുഗ്രഹിക്ക് പിള്ളാവുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്ക് പിള്ളാവുന്നു. പ്രവർത്തിക്കാൻ വേണ്ടി നന്മ അറിഞ്ഞവരുമേ സ്വത്യകർത്താവിനോടെ അനുഗ്രഹിക്ക് പിള്ളാവുന്നു. നിന്റെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്ക് പിള്ളാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മഹിമയുടെ ദിവരേശം ഒന്നാം ദിവരേശം ഈശോ പാടുപെട്ട് പരിചയം ഒന്നാം നാൾ എന്ന നേകം ജീവിക്കുന്നതിനായി ഉയർത്തെഴുന്നേറ്റു എന്ന് ധ്യാനിക്കാം. ഈ ദിവരേശം ചെല്ലുമ്പോൾ ഉയർത്തെഴുന്നേറ്റ മിശിഹായെ അനുഭവിക്കാൻ കഴിഞ്ഞ മറിയത്തെ പോലെ 12 അപ്പസ്തലന്മാരെ പോലെ നമുക്കും ഒരു ക്രിസ്താനുഭവത്തിന് വേണ്ടി ആഗ്രഹിക്കാം. മറ്റതിനായ മിശിഹായുടെ സാന്നിധ്യമാണ് കുർബാന. കുർബാനയിലേക്ക് നോക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ മിശിഹായുടെ സാന്നിധ്യം നമുക്കും എന്നോടൊപ്പമുള്ള എല്ലാവർക്കും അനുഭവപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് കുമ്പസാരിക്കാൻ വന്നിരിക്കുന്നവര് കുമ്പസാരിക്കുമ്പോൾ പാപങ്ങളെക്കുറിച്ച് യഥാർത്ഥത്തിലൂടെ അനുതാപം ഉണ്ടാക്കുവാൻ, വലിയൊരു അഭിഷേകം അവരിലേക്ക് ഒഴുകുവാൻ, ഇന്ന് കുമ്പസാരം എന്ന കുദാശ സ്വീകരിക്കാൻ യോഗ്യരായവർ ആ യോഗ്യത എടുത്തുപയോഗിച്ചുകൊണ്ട് പാപത്തെക്കുറിച്ച് യഥാർത്ഥ അനുതാപത്തോടുകൂടി കുമ്പസാരിക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ വേണ്ടി മറിയം അവളുടെ നിരവധിയായ പാപങ്ങൾ ദൈവം ക്ഷമിച്ചു. തൻ്റെ പാപങ്ങൾ ക്ഷമിച്ചവനോട് വലിയ സ്നേഹമായി ആ ശവശരീരത്തിനരികിൽ ആ കല്ലറയിലൊന്ന് കരയുക അവൾ ഭാഗ്യപ്പെട്ട നിമിഷമായി കരുതി. അതുകൊണ്ട് അതിരാവിലെ അവൾ പോയി കല്ലറ തുറന്ന് കാണുവാൻ ആഗ്രഹിച്ചു. ആരെങ്കിലും ആ കല്ലറ ഒന്ന് ഉരുട്ടി മാറ്റിയിരുന്നെങ്കിൽ, കല്ലൊന്ന് ഉരുട്ടി മാറ്റിയിരുന്നെങ്കിൽ അവൾ ആഗ്രഹിച്ചു. കർത്താവിനെ അവനെ ആയിരിക്കുന്ന അവസ്ഥയിൽ കാണാൻ ആഗ്രഹിച്ചു. ആയിരുന്ന അവസ്ഥയിൽ ഉദ്ധതനായവനെ കാണാൻ സാധിച്ചു. ശവശരീരമാണ് കാണാൻ ആഗ്രഹിച്ചതെങ്കിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ ഒരിക്കൽ കൂടി ഒന്ന് കാണാൻ ആഗ്രഹിച്ചപ്പോൾ ഇത് അവർക്ക് വലിയ ഭാഗ്യം കിട്ടി. ഇന്ന് മരിയ ഭവനത്തിൽ ജീവിക്കുന്നവനായ ദൈവത്തെ കാണാൻ ഒരുപാട് കഷ്ടതകൾ സഹിച്ച് പുറകോട്ട് പോകാതെ, പലരുടെയും സംസാര രീതികൾക്ക് പിന്തിരിപ്പിക്കാൻ നോക്കിയപ്പോഴും പിന്തിരിഞ്ഞു പോകാതെ ഇവിടെ എത്തിയിരിക്കുന്നവർ സ്വർഗപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് വന്നിരിക്കുന്നവരാണ്. കല്ലറയിലേക്ക് വന്ന മറിയത്തെ പോലെ, പത്രോസിനെ പോലെ ഇവിടെ വന്നിരിക്കുന്നവർക്ക് ആ അനുഭവം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കാമോ? എല്ലാവരും ഒന്ന് പരസ്പരം പ്രാർത്ഥിച്ച് പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കുവാൻ, ഈ ബലിപീഠം മനോഹരമാക്കുവാൻ പൂക്കൾ അറേഞ്ച് ചെയ്ത സഹോദരിയെയും കുടുംബത്തെയും സമർപ്പിക്കുക. എല്ലാവരും ഓരോരുത്തരും അവരവരുടെ ശുശ്രൂഷ ഇവിടെ നിറവേറ്റുന്നു. അൽത്താര ശുശ്രൂഷകർ, പ്രേക്ഷിതർ ഓരോരുത്തർക്കും കർത്താവിന് മുൻപിൽ എത്രത്തോളം വിശുദ്ധതയോടുകൂടി തങ്ങളെ ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റുന്നു. അതിനാനുപാതികമായല്ല, ഔദാര്യത്തോടെ തന്നെ, അനുപാതികമല്ല ഔദാര്യത്തോടെ തന്നെ നാം കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കരം ഉയർത്തി വിശ്വാസം നമ്മിലേക്ക്, ഈ വിശ്വാസവർഷം ഇനി
2 ദിവസം കഴിയുമ്പോഴേക്കും 11-ാം തീയതി ആകുമ്പോഴേക്കും 1 വർഷം പൂർത്തിയാകുന്നു. 365 ദിവസം പൂർത്തിയാകും നാളെയാകുമ്പോൾ. 11-ാം തീയതി ആകുമ്പോഴേക്കും 366-ാം ദിവസത്തിലേക്ക് കടന്നു വരികയാണ്. ഇന്ന് 364-ാം ദിവസമാണ്. നാളെ 365-ാം ദിവസമാണ്. ഓർക്കുക, നമ്മൾ ഒന്നു ചേർന്ന് വിശ്വാസം ഇനിയും 1 മാസവും 13 ദിവസവും മാത്രമേ ഉള്ളൂ, അഥവാ 14 ദിവസം. നമുക്ക് ഒന്ന് ചേർന്ന് പരിശുദ്ധ പിതാവിനോട് ചേർന്ന് രൂപതാധ്യക്ഷന്മാരോട് ചേർന്ന് സകലരോട് ചേർന്ന് വിശ്വാസം ശക്തീകരിക്കപ്പെടുവാൻ വേണ്ടി നമ്മുടെ ഇടവക തലത്തിൽ നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകളുണ്ട്. രൂപതകളുടെ നേതൃത്വത്തിൽ രൂപതാധ്യക്ഷന്റെ ദൈവമേ അനുഗ്രഹത്തോടെ, വികാരിമാരുടെ അനുഗ്രഹത്തോടെ നമ്മൾ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും അതിൽ ഫലം കണ്ടെത്തട്ടെ. ഇടവക തലത്തിൽ വിശ്വാസവർഷത്തിന് ഫലം കണ്ടെത്തട്ടെ. ഇന്ന് ആരാധനയ്ക്ക് നേതൃത്വം നൽകുവാൻ വരുന്നതായ സേവ്യർ അച്ഛനെയും വചനം നൽകുന്നവരെയും സംസാരിപ്പിക്കുന്ന എല്ലാവരും ഒന്ന് ഉണർവോടുകൂടി ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഈ ഒക്ടോബർ മാസം ജപമാല, സമ്പൂർണ്ണ ജപമാല ചെല്ലുവാനായിട്ട് നിർദ്ദേശമുണ്ടായിരുന്നു. അതൊക്കെ ചെല്ലുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ദിവികാടിന്റെ മരിയ ഭവനത്തിന്റെ ധ്യാനകേന്ദ്രത്തിന്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേക നിർദ്ദേശം നമ്മൾ തന്നിട്ടുണ്ട്. അത് ചെയ്യുക, അത് പ്രേരിപ്പിക്കുക, മറ്റുള്ളവരെയും പ്രേരിപ്പിക്കുക. ഇതിന്റെ വിജയത്തിന് വേണ്ടി ഇനി നവംബർ ഡിസംബർ ആകുമ്പോഴേക്ക് നമുക്കത് സ്ഥലം നമ്മുടെ പേരിൽ എഴുതിയെടുക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. ഒന്ന് ചേർന്ന് എല്ലാം സമർപ്പിച്ചുള്ള വിശ്വാസത്തോടുകൂടി, അച്ഛൻ അസ്വസ്ഥ ഭയമില്ല, ഇത് ദൈവം തന്നതാണ്, അത് കർത്താവ് തരുമെന്ന് ഉറച്ച വിശ്വാസത്തോടുകൂടി നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. ഈ മരിയഭവൻ കത്തിജ്വലിക്കുന്ന ഒരു ദീപമായി കർത്താവിന് 2ാമത്തെ ആഗമനം വരെ നിലനിൽക്കണം. നമ്മുടെ വരും തലമുറകൾക്ക് ദിവികാട് മരിയഭവൻ നമുക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്ന തലമുറകൾക്ക് ഒരു അനുഗ്രഹമാകുവാൻ, കഴിഞ്ഞ തലമുറകളിൽ ആരെങ്കിലും ശുദ്ധീകരണ സ്ഥലത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവർ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടേണ്ട നിമിഷങ്ങളാകട്ടെ ഈ ഇവിടുത്തെ പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ. ഒന്ന് ചേർന്ന് എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജപമാല ചെല്ലാൻ നമുക്ക് വേണ്ടത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. ആത്മാവിന്റെ അഭിഷേകം നമ്മളിൽ ഉണ്ടാകണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഗാനരൂപത്തിൽ ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം വിജയത്തിന് വേണ്ടി മറിയത്തെ ശക്തീകരിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. വിശുദ്ധാത്മാക്കളെ ശക്തീകരിച്ചത് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടി, വാഗ്ദാന നാട്ടിലേക്ക് പോകുവാനായിട്ടും, ദൈവം അടിമത്തത്തിന്റെ നാട്ടിൽ നിന്ന് ദൈവമേ വിശ്വാസത്തിന്റെ നാട്ടിലേക്ക്, ദൈവമേ വാഗ്ദാനം ചെയ്യപ്പെടുന്ന നാട്ടിലേക്ക് പോകുവാനായിട്ട് ശക്തി കൊടുത്തതും എല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആ ദൈവത്തിന്റെ സാന്നിധ്യമാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് തരാൻ എനിക്കുള്ളത് ഏറ്റവും വിലപ്പെട്ടതാണ്. മക്കൾക്ക് അപ്പം കൊടുക്കും, മക്കൾക്ക് മീൻ കൊടുക്കും, റൊട്ടി കൊടുക്കും, ദൈവമേ മുട്ട കൊടുക്കും. എന്നാൽ എന്റെ പിതാവ് നിങ്ങൾക്ക് തരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ തന്നെയാണ്. ആ ആത്മാവിന് വേണ്ടി ഒന്ന് ആഗ്രഹിച്ചേ. നിങ്ങൾ അതിന് യോഗ്യരാണ് പ്രിയപ്പെട്ടവരെ. മനസ്സായാൽ മതി, നിങ്ങളുടെ ഹൃദയം ഒന്ന് തുറന്നാൽ മതി, നമ്മുടെ മനസ്സൊന്ന് തുറന്നാൽ മതി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വ്യാപരിക്കുന്നു. കൃപയായി, അഭിഷേകമായി, അനുഗ്രഹമായി വ്യാപരിക്കും. ഒന്ന് ചേർന്ന് ഹൃദയപരമാർത്ഥത്തോട് കുമ്പസാരിക്കേണ്ടവർ കുമ്പസാരിക്കാൻ തീരുമാനമെടുക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുവാൻ വേണ്ടി 2 ആഴ്ച മുമ്പ് കുമ്പസാരിച്ചതാണെന്ന് പറയുമായിരിക്കും. എങ്കിലും ഒന്നുകൂടി കുമ്പസാരിച്ച് ഈ ഒക്ടോബർ മാസം കാവുകാട്ട് പിതാവിന്റെ ശക്തമായ മധ്യസ്ഥതയിൽ നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഗാന ശുശ്രൂഷയോടൊപ്പം നമുക്ക് പാടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Hallelujah.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ടിയ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് സഹായം കൂടുതലും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാരുടെ രാജ്ഞിയെ അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.